ഹായ്, ആദർശാണ് ഗൈസ്. ഇപ്പോൾ ജനുവരി 1, 2026 നമ്മളിവിടെ കയാക്കിംഗ് എന്ന് പറയുന്ന സ്പോട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അത് തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ കഴക്കൂട്ടം പെരുമാതുറ പോകുന്ന സൈഡ് ഇവിടെ ഒരു കായലിലാണ് നമ്മളിവിടെ കയാക്കിംഗ് ചെയ്യുന്നത്. ഞാനൊരു റീൽ കണ്ടതിൻ്റെ ബേസിസിലാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അഭയ് ആൻഡ് അനദർ വൺ. ഹായ് ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ എന്ത് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? കയാക്കിംഗ്. എങ്ങനെ കൊള്ളായിരിക്കും? എങ്ങനെയാണ് കൊള്ളായിരിക്കും? പിന്നെ 2026 ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കുഴപ്പമില്ല, ഞാൻ വീണ്ടും പേടിയുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്തിട്ടുണ്ട്. വേറൊരാളെ പരിചയപ്പെടാം. ഇതിന്റെ പേര് പല്ലി എന്നാണ്. ഇതിന്റെ യഥാർത്ഥ പേര് അനുജ എന്നാണ്. അപ്പൊ നമ്മള് +1 +2 സമയത്ത് ആരോ ഇട്ട പേരാണ് പല്ലി. പിന്നെ നമ്മളും അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു വന്നു. പല്ലി എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ അന്ന് തൊട്ട് ഫ്രണ്ട്സാണ്. ഇത് എൻ്റെ LKG അഭയ് സാർ. ഒരാൾക്ക് 150 രൂപയാണ് ഇവിടുത്തെ കോസ്റ്റ് വരുന്നത്. വളരെ അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ വൈകുന്നേരങ്ങളിൽ വന്നാൽ നല്ല വൈബായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. എന്തായാലും 4 മണി to 5 മണി സമയത്താണ് ഞാനിവിടെ ബുക്ക് ചെയ്തത്. നല്ല അന്തരീക്ഷമാണ്, നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. എൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ പല്ലി നമ്മള് ഡാൻസ് എടുക്കും. പല്ലി ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഡാൻസ് നമുക്ക് കാണാം. കുറച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് ആണ്. കയാക്കിംഗ് വിത്ത് ഡാൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ വിളിക്കുന്നു. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ആദ്യം കേൾക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. ജാക്കറ്റൊക്കെ വരുന്നത്. ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട് പറ. സൂപ്പർ എക്സ്പീരിയൻസ്. യെസ്, കറക്റ്റ് ആണ്. വട്ടായി വലിക്ക് വട്ടായി. അപ്പോ കിഡിൽ എക്സ്പീരിയൻസ് ആണ് സത്യം. നമ്മളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നമ്മൾ സ്പോട്ടിങ് പഠിച്ചെടുക്കുക, നമ്മൾ തന്നെ തുഴഞ്ഞ് പോവുക. ഒറ്റയ്ക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് തന്നെ എൻജോയ് ചെയ്യും. നാല് കടലിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ അങ്ങോട്ട് പോകണം പറയുന്നത്. ഭയങ്കര ഇംഗ്ലീഷാണ്. നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പീരിയൻസ്. അതുകൊണ്ട് 4-5 മണി സമയം കൊണ്ട് നല്ല ആംബിയൻസ് ആണ്, നല്ല കാറ്റുണ്ട്, നല്ല അന്തരീക്ഷം സെറ്റാണ്. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. 150 രൂപയ്ക്ക് എന്തായാലും വർത്താണ് 1 മണിക്കൂർ. സെറ്റാണ്. പിന്നെ അതിന് കുറച്ചുകൂടെ ഒന്ന് തുഴയട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു എപ്പോഴും ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ നമ്മളെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു നമുക്കത് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനിയിപ്പോൾ ഒരു ഫ്രീ ആയിരിക്കുന്ന സമയത്ത് തന്നെ അവരെ കൂട്ടി വന്നത്. സെറ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇതേപോലത്തെ ഉള്ളൊരു കയാക്കിംഗ് സ്പോട്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നല്ലതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ടിൽ തന്നെയാണ്. അടിപൊളി സാധനം ഗൈസ്. കാരണം എന്തോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അടിപൊളി സാധനം, പൊളി സാധനം. ഞാൻ ഇനിയും വരും, ഉറപ്പായിട്ട് ഇനിയും വരും. 300 കൊടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാലും ഒരു സമയമില്ല. പക്ഷെ കൈ വേദനിക്കും കേട്ടോ. കൈ വേദനിക്കും.
ബെസ്റ്റ് സ്പോട്ടാണ് ഗൈസ് ഇത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, അവിടെ പേടിയായിട്ട് പോലും ആസ്വദിച്ച് പിന്നെ തുഴയുന്നുണ്ട്. എത്ര നേരം വേണം ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ പല്ലി റെഡിയാണ്. 3 പേരും തുഴയുന്നുണ്ട്. ഞാനും തുഴഞ്ഞ് ഇങ്ങറ്റം വരെ എത്തി. നമ്മുടെ ഈ കായലിൽ നമ്മുടെ പൊക്കേ ഉള്ളൂ. ഇതാ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. ഇതാണ് ഇത്രേ ഉള്ളൂ ആഴം. ഇത് ഇത്രേ ഉള്ളൂ ആഴം വരുന്നത്. ഇതിൻ്റെ ഇത്രേ ഉള്ളൂ ആഴം. അതെ, തുഴഞ്ഞ് മടുത്തോ? ഇനിയും വരാൻ തോന്നല്ലേ? അവർക്ക് ഒറ്റയ്ക്ക് തുഴയാൻ വയ്യ, മടുപ്പാണ്, എനർജി ഇല്ല. അപ്പോൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇവൾ ഇതിന് മുന്നേ കയാക്കിങ് ചെയ്തത് ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അയാൾ ചവിട്ടിക്കോളൂ, ഇവള് ചുമ്മാ ഇരുന്നാൽ മതി. പക്ഷെ ഇതിന് ഇവള് സ്വയം ചെയ്യേണ്ടി വരുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ പതിയെ റെസ്റ്റ് എടുത്ത് ചെയ്താൽ മതില്ലോ, 1 മണിക്കൂറില്ലേ. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു റിസോർട്ടുണ്ട് ഗൈസ്, ക്ലാരാസ് റിസോർട്ട്, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലേസ് റിസോർട്ട് എടുത്ത് അതിൻ്റെ കൂട്ടത്തിലേക്ക് കയാക്കിങ് കൂടെ ആകുമ്പോഴത്തേക്കും അതും ഒരു ഗ്രൂപ്പായിട്ട് ഒരു 10-15 പേര് വന്നാൽ, 15 പേരൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 4-5 പേര് വന്നാലും സെറ്റപ്പ് ആയിരിക്കും, അടിപൊളി വൈബായിരിക്കും. വൈകിട്ട് ഇത് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നേരെ ചെയ്ത് സെറ്റായി അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം പോകാനായിട്ടുള്ള ബെസ്റ്റ് സ്പോട്ടാണത്. ഇപ്പം നമ്മളെ സമയം കഴിയാറ് 5 മണിയായി. 4:15 നമ്മൾ കയറിയത്. 5:15 കയറണമെന്ന് ഇപ്പോൾ അവിടെ ഒന്ന് പുള്ളി വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്കിനി 15 മിനിറ്റ് കൂടെ സമയമുണ്ട്. അതിന് മാക്സിമം തുടങ്ങി തരട്ടെ, മുതലാക്കണ്ടേ. അപ്പൊ ഒരു ന്യൂ ഇയർ ഇത് പറ, ന്യൂ ഇയർ സന്ദേശം പറ. സന്ദേശം എല്ലാവർക്കുള്ള സന്ദേശം. ഇപ്പൊ എന്താണ് നിന്റെ പ്രശ്നം? നനഞ്ഞു, എല്ലാം നനഞ്ഞു. ഇത് കണ്ടോ, ഇതായിരുന്നു കണ്ടോ? ഇത് കൊള്ളാല്ലേ? അപ്പൊ പല്ലി എന്റെ ഇത് മാത്രമേ കുഴപ്പമുള്ളൂ അല്ലേ? നനഞ്ഞത് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി അതാ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. ബാക്കും ഫ്രണ്ട് ഉൾപ്പെടെ എല്ലാം നനഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി കയാക്കിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്താണ്, പറയൂ. പിന്നെ എന്തോന്ന് പറയാ, നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. ഓക്കെ, അബേ സാർ എന്ത് പറയുന്നു? ലൈഫ് ടൈം എക്സ്പീരിയൻസ് അല്ല, ഇത് എന്തോന്ന് പറയാ, 1 ടൈം എക്സ്പീരിയൻസ്. 1 ടൈം ഒന്നും അല്ല, പോടാ. എല്ലാരും 1 ടൈം എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എനിക്കൊന്നും കൂടെ പോകാൻ തോന്നുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല, നിങ്ങൾ സെറ്റാണ്. ബിക്കോസ് ഈ സമയത്ത് തന്നെ കിട്ടണം അല്ലേ? ഈ സമയത്ത് തന്നെ കിട്ടണം. 4 to 5 പിന്നെ പോരാ. ഒരു ഇരുട്ടാവും, പിന്നെ ഫോട്ടോ എടുക്കാനും പറ്റില്ല, ഒന്നും പറ്റത്തില്ല. 4 to 5 അതാണ് ബെസ്റ്റ് സമയം. അപ്പൊ എന്തായാലും നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു, കൊള്ളാം. ഇനി നിങ്ങൾ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ. കയാക്കിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തുള്ള ചെറിയ വരമ്പത്തൂടെ നടക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് ഇതേപോലെ വെള്ളം കെട്ടി കിടക്കുന്ന പ്രദേശം, പിന്നെ തെങ്ങൊക്കെ 2 സൈഡിലും തെങ്ങ് നിൽക്കുന്ന ഒരു കിടിലം വ്യൂ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. കായൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സ്പോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളതിന് തേടി പോവുകയാണ്. കയാക്കിങ് മാത്രമല്ല ഇവിടെ ഉള്ളത്, നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇതേപോലുള്ള സ്പേസസ് ഉണ്ടെന്ന് തോന്നുന്നു. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാരാസ് ഹൗസിൻ്റെ ഒരു ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ കയാക്കിംഗ് സ്പോട്ട് വരുന്നത്. ഇവിടെ നല്ല സ്പോട്ട് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
ഭയങ്കര വലിയ സംഭവം നടക്കണം ഗൈസ്. അങ്ങനെ കുറെ സാധനമുണ്ട്. ചാടുമ്പോ ടൈം കറക്റ്റ് ആവില്ല. ഇപ്പോഴൊക്കെ 5 4 3 2 1 കഴിഞ്ഞിട്ട് ചാടണോ അതോ 1 മുന്നേ ചാടണോ ഡൗട്ട്. ചാടിക്കോ. അല്ല അതിന് മുന്നേ ഉള്ളതാണ്. അതിന് ശേഷമുള്ളതാണ്. അതിന് മുന്നേയാണോ? ശേഷമുള്ള എല്ലാം കണ്ടോ? ഇതിപ്പോ ശേഷമാണോ മുന്നേ ആണോ പറയൂ. മുന്നേ ഉള്ളത്. മുന്നേ ഉള്ളത്. ഇത് പക്കാ ഫോട്ടോ. അത് തന്നെ. ഇത് വേണ്ട, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പക്കാ ഫോട്ടോ. ഗൈസ് എന്നെ ഒഴിവാക്കണം അതിനെ സമ്മതിക്കൂല. എന്താ കഷ്ടപ്പാടാണ് ഗൈസ്. ഒരു ടൈമിംഗ് കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ 1/2 മണിക്കൂറായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇത്ര കഷ്ടപ്പാടിനിടയിലും നമുക്ക് ആ ഫോട്ടോ കിട്ടിയിട്ടില്ല. ലൈറ്റ് പോയത് കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ അതിന് ശ്രമിച്ചില്ല. പിന്നീട് ഊഞ്ഞാലാട്ടത്തിലായി നമ്മുടെ ശ്രദ്ധ. അപ്പൊ നമ്മൾ ഇന്ന് കയാക്കിംഗ് സ്പോട്ട് ചെയ്യാനായിട്ട് വന്നത്. അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞു. ഇനി നമ്മൾ പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ തെങ്ങിൻ തോപ്പിനിടയിലുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ സമയം താമസിക്കുന്നുണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മി ആദി സൈനിങ് ഓഫ്.